ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു നീലത്താമര. MT സാറിന്റെ നീലത്താമര എന്ന് പറയുന്ന മൂവിയിൽ വളരെ വളരെ മനോഹരമായിട്ട് അതിൽ അഭിനയിച്ചൊരു ആക്ട്രസ് ഉണ്ട്, അർച്ചന കവി. അവരുടെ ഒരു അനുഭവം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പം ഇത് സാർ ഇങ്ങനെ ഒരു ചോദ്യമാണ്. കാരണം അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്തൊക്കെ റിപ്പോർട്ട് കാർഡിൽ മാർക്ക് കിട്ടുമ്പോഴൊക്കെ അവർക്ക് എത്ര പഠിച്ചാലും എക്സാം റെഡ് മാർക്കാണ്. റെഡിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ റെഡ് ഇത് വരുന്നത്. പക്ഷെ അന്ന് കുട്ടിയാകുമ്പം അവര് പറഞ്ഞ ഒരു കേട്ട അനുഭവമാണ് നമുക്ക്. അവർക്ക് ഭയങ്കര റെഡ്, ബാക്കി എല്ലാവർക്കും ഗ്രീന് നല്ല മാർക്ക്. ഇവർക്ക് മാത്രം ആ റെഡ് കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു കുട്ടിയാവുന്ന സമയത്ത്. പക്ഷെ പാരന്റ്സിനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നന്നായിട്ട് പഠിക്കും, മാർക്ക് കുറവ്. പിന്നെ വലുതായ സമയത്ത് ഒരു വലിയ നടിയായി കുറച്ച് കഴിഞ്ഞ സമയത്താണ് അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. കാരണം ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിലും അവർക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കണം, അതായത് പഠിക്കാൻ പറ്റില്ല. കാരണം ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ തലകുത്തി മറിയുന്ന മാതിരിയായിരിക്കും, അതിനൊക്കെ ഒരു ഉൾട്ടയായിട്ടായിരിക്കും. അപ്പം ഈ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സാർ, താരേ ജമീൻ പർ എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ട ശേഷമാണ് തോന്നുന്നു പാരന്റ്സ് ഇങ്ങനെ ഒരു ഇതാണ് ഐഡന്റിഫൈ ചെയ്തത്. അതുപോലെ ഇങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ ഒരു അസുഖത്തെ കുറിച്ച് ഒന്ന് പറയാവോ സാറേ? ഇതിന് പറയുന്ന പേരാണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ള വായിക്കാനോ എഴുതാനോ ഉള്ള പ്രയാസം. അവർക്കത് കഴിയാതെ വരിക, ക്രോഡീകരിക്കാൻ സാധിക്കാതെ വരിക. അത് യഥാർത്ഥത്തിൽ നമുക്ക് വായിക്കാൻ ചിലർക്ക് കഴിയില്ല, ചിലർക്ക് എഴുതാൻ കഴിയില്ല. അക്ഷരങ്ങൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ് തോന്നുന്നത്. അതൊക്കെ നേരെ ഉൾട്ടായിട്ടും തിരിഞ്ഞിട്ടും തല തിരിഞ്ഞിട്ടും അതൊരു ഡാൻസ് കളിക്കുന്ന മാതിരി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് യഥാർത്ഥത്തിൽ വായിക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ പറ്റും, അത് വായിക്കാൻ പറ്റത്തില്ല, നേരെ ഉൾട്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിവേഴ്സ് ആയിട്ട് വരാം. അതിനെ പറയുന്ന ഒരു പേരാണ് ഡിസ്ലെക്സിയ എന്നുള്ളത്. പക്ഷെ ഇത്തരം കണ്ടീഷൻസ്, പല കണ്ടീഷൻസും നമുക്കുണ്ട്. ബ്രെയിനിലുള്ള ചില തകരാറ് കാരണം വരുന്നതാണിത്. പക്ഷെ പലതും നമുക്ക് അറിയില്ല, നമ്മളതിനെപ്പറ്റി അറിവില്ല. അറിവ് ഒരു വിഭാഗം ആളുകൾക്കൊക്കെ അറിയും, പക്ഷെ അതിന്റെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് പല ആളുകളും അതിനെ തെറ്റിദ്ധരിച്ച് പല മേഖലകളിലേക്കും പോകാറുണ്ട്. പിന്നെ ഇത്തരം മീഡിയാസിലൂടെ ആയിട്ടുള്ള സിനിമകളിലൂടെയൊക്കെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എത്തിപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ അർച്ചന കവി എന്ന് പറഞ്ഞ നീലത്താമര എന്ന് പറഞ്ഞ MT സാറിന്റെ ഈ ഫിലിമിലെ അവരുടെ ഇതിലൂടെ നമ്മളിപ്പോ കുറെ ആളുകൾ ഇനി അതിനെപ്പറ്റി കുറച്ച് അവെയർ ആയിരിക്കും. ഇതിനെ പോലെ മുമ്പ് നമ്മള് തന്മാത്ര എന്ന സിനിമ ഉണ്ട്, മലയാള സിനിമയുടെ കാര്യം പറയുന്ന. അപ്പൊ അതിലൂടെ അൾഷീമേഴ്സിന്റെ, അപ്പൊ അന്ന് ആ സമയത്ത് നിരന്തരം ആളുകൾ നമ്മളടുത്ത് വരാറുണ്ട്, എനിക്ക് അൾഷീമേഴ്സ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. കാരണം അത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു അവതരണമൊക്കെ ആയിരുന്നു അതിൽ കാണിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ആർക്കാണെങ്കിലും ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇത്ര ഈ ഡിസ്ലെക്സിയൊക്കെ ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും മിസ്ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, പലർക്കും അറിയാത്തതുമാണ്. എല്ലാവർക്കും നമ്മൾ അതിനെ ഒറ്റ വാക്കിൽ ചിലവർ പറയും ബുദ്ധിമാന്യാണ്, പിന്നെ അല്ലെങ്കിൽ ആൾക്ക് ബുദ്ധി കുറവാണ്, ഇതൊക്കെ ഈ കുട്ടികൾക്ക് ശരിക്കും ഫേസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും അവർ ഡൗണിലേക്ക് പോവുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ബുദ്ധിമാന്യ, സത്യത്തിൽ ബുദ്ധിമാന്യല്ല. പിന്നെ മറ്റൊരു സംശയമാണ്, ഇതൊരു മെന്റൽ ഡിസോർഡർ ആണ്. ഇതൊരു മെന്റൽ ഡിസോർഡർ അല്ല. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പൊ അത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിൽ വന്നിട്ടുള്ള കൺജനിറ്റലായി ജന്മനാൽ തന്നെ വന്നിട്ടുള്ള ഡിഫോമിറ്റി നമ്മൾ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും പോയി തുടങ്ങുമ്പോഴാണ് നമ്മൾ എഴുത്തും വായനയൊക്കെ പഠിക്കുന്നത്. അപ്പോഴാണ് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും സ്കൂളിൽ പോയി പഠിപ്പില്ലാത്ത കുട്ടിയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ വന്ന് പറയുമ്പോൾ പഠിപ്പില്ല, ബുദ്ധി കുറവാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയാം. നിങ്ങൾ തന്നെ ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞു, ഈ അർച്ചന കവിയുടെ കാര്യം പറഞ്ഞു, അവരുടെ പല എക്സാമിനേഷൻ പേപ്പേഴ്സിലും ഫെയിൽ സിഗ്നൽ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ സാധിക്കാതെ വരുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ അവരിലേക്ക് അടിച്ചേൽപ്പിച്ച് വരുമ്പോൾ സ്ഥിതിയിൽ അവർ വീണ്ടും സ്ട്രഗിൾ ചെയ്യാണ്. അവർക്ക് അതിന് പുറത്തു ചാടാൻ പറ്റുന്നില്ല. ഐഡന്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങാൻ അതിന്റെ ഒരു മാർഗം, അതിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അവർക്ക് ഒരിക്കലും സൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പോ ഇത്തരം കാര്യങ്ങൾ ധാരാളം. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. ഇതൊരു മെന്റൽ ഇൽനെസ് അല്ല, മാനസിക രോഗമായിട്ട് ഇതിനെ കാണരുത്. ഇതൊരു ബുദ്ധി വൈകല്യമല്ല, പഠിക്കാനുള്ള ഒരു പ്രയാസമാണ്. വായിക്കാനും എഴുതാനുമാണ് യൂഷ്വലി ഇതിന്റെ പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ ഗണിതം, ഇതിനൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക. അപ്പൊ എസ്പെഷ്യലി ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. അവർക്കത് കോർത്തിണക്കി വായിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അക്ഷരങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒത്തു വായിച്ച് പറയുന്ന അത് അവർക്ക് സാധിക്കാതെ വരും. അല്ലെങ്കിൽ അതിന്റെ രൂപം നമ്മൾ കാണുന്ന രീതിയിലായിരിക്കില്ല അവർ കാണുന്നത്. ഒരു ബോർഡിൽ എഴുതുമ്പോൾ, ഒരു ബുക്കിൽ എഴുതിയത് വായിക്കുമ്പോൾ
അതിന്റെ ഡിസൈൻസ് ഒക്കെ പലതരത്തിലും ഒരു വ്യത്യസ്ത രീതിയിൽ അവർ കാണുമ്പോൾ അവർക്കത് കോർഡിനേഷൻ ശരിയായ രീതിയിൽ വായിക്കിൽ. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചു ഉണ്ടാവും. ഇപ്പൊ ഈ കൊച്ചിന്റെ കാര്യത്തിന്, ഈ അർച്ചന കവി എന്ന് പറഞ്ഞ കാര്യത്തിൽ തന്നെ അവരെന്നെ വ്യക്തമായിട്ട് അവരുടെ ഇന്റർവ്യൂവിലൊക്കെ അവർ പറയുന്നുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച് അവരുടെ ഫ്രണ്ട്സുകൾ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ലിറ്ററലി അവർക്ക് വായിക്കാൻ ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല. ഒരാൾ വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യുകയും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് അവരുടെ ഡിഫിക്കൽട്ടി. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. എസ്പെഷ്യലി കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് ടീച്ചേഴ്സ്, നിങ്ങളെ പോലത്തെ ടീച്ചേഴ്സ്, ഇതിന് സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം, അതിന് സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള അത്. അപ്പൊ അവർക്ക് അവരുടെ ഏത് ഏരിയയിലാണോ ഡെഫിഷ്യൻസി നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാനും അതിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല റീച്ചിലേക്ക്, നല്ല ഗോൾ ഡയറക്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ അത് പറ്റാത്ത പക്ഷം വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അവരുടെ വർക്ക് കൂടുകയും അവരുടെ അഡ്ജസ്റ്റ് ചെയ്യണ കുറെ മീൻസ് നമ്മൾ സിലബസുകളൊക്കെ അത്രയും ഒന്നിന്റെ കണ്ടിന്യൂഷൻ അല്ലേ. അപ്പോ താഴെ ക്ലാസ്സിൽ ഡെഫിഷ്യൻസി വരുമ്പോൾ മേലെ ക്ലാസ്സിൽ വരുമ്പോൾ അത് നികത്താൻ കഴിയാതെ വരികയും അവർ വീണ്ടും സ്ട്രഗിൾ ചെയ്തിട്ട് കൂടുതൽ പരാജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ട് അതിന്റെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് തന്നെ അതിന്റെ കറക്ഷൻ നടത്തണം, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ഏത് ഏരിയ ആണോ വീക്ക് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ്. ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് അതിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളാവുമ്പോൾ വരുന്ന കാര്യങ്ങൾ, കുട്ടികളാവുമ്പോൾ തന്നെ നമ്മളിത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് റീച്ചിലേക്ക് എത്താൻ പറ്റും. അഡൽട്ട് ആവുമ്പോഴും ഇഷ്ടംപോലെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് വളരെ ലേറ്റ് ആയിട്ട്. അങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ബട്ട് ഈവൻ ദെൻ നമുക്ക് ആ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ കെയർ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മള് പാരന്റ്സിന് കണ്ടു പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കൂടുതൽ സ്കൂളിൽ നിന്ന് അധ്യാപകർക്ക്, തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ അവർക്ക് ഈ കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എക്സ്ട്രാ ഇത് ഉണ്ടാവും അല്ലെ സാറേ, ഒരു കഴിവുകൾ ഉണ്ടാവും. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയണം. അതൊക്കെ സ്കൂളിൽ നിന്നാണ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യുക. കാരണം പാരന്റ്സ് എന്ന് പറഞ്ഞാല് പാരന്റ്സ് നല്ല സ്കൂളൊക്കെ നോക്കി ചേർത്തെങ്കിലും പിന്നീട് അവര് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആകുമ്പോൾ അവർക്ക് ഇതിൽ ലിമിറ്റ് ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്യാൻ വളരെ കുറവാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മദേഴ്സ് ഒക്കെ ആണെങ്കിൽ, ചിലപ്പോൾ മദേഴ്സിന് ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ചില ഇതിൽ തന്നെ പലതരത്തിലുള്ള കേസുകളുണ്ട്. ഇപ്പൊ ഇതിനോടൊക്കെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന SLD എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ട്. അത് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ആണ്. ചില പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാത്രം ഉണ്ടാവുള്ളൂ. ചില പർട്ടിക്കുലർ കാര്യം മലയാളം സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ മാത്തമാറ്റിക്സ് കൂടുതൽ നമ്മൾ പറയാം വളരെ മാർക്ക് കിട്ടാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ് മാത്തമാറ്റിക്സ്. ഇപ്പൊ ഇവര് തന്നെ, ഞാൻ പറഞ്ഞ ആക്ട്രസ് തന്നെ, അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അവര് വളർന്നതൊക്കെ പഠിച്ചത് ഡൽഹിയിൽ. അപ്പൊ ഹിന്ദി ആക്ച്വലി നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. ഹിന്ദിയിൽ പോലും ആള് ഫെയിൽ ആയിരുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ്. അതെ. അപ്പൊ അങ്ങനെ ഉണ്ടാവാം. അപ്പോ അങ്ങനെയുള്ള ചില പർട്ടിക്കുലർ സബ്ജക്ട്, എസ്പെഷ്യലി യൂഷ്വലി കൂടുതലൊക്കെ ഇപ്പൊ എന്റെ അടുത്തൊക്കെ വരുന്ന സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറുള്ള SLD കേസുകളൊക്കെ അധികം ഗണിതത്തിലാണ്. ഈ മാത്തമാറ്റിക്സിലൊക്കെയാണ് തകരാറുകളൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള കുറെ കേസുകൾ പറയുമ്പോൾ ചില ആൾക്കാർ പൊതുവെ ഇപ്പൊ ജനറ്റിക് ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ചിലപ്പോൾ വിചാരിക്കും വളരെ, ഇപ്പൊ എനിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് കണക്ക് പൊതുവെ പ്രയാസമായിരുന്നു. പക്ഷെ നമ്മൾ ട്യൂഷനൊക്കെ പോയി ടീച്ചേഴ്സൊക്കെ കുറെ മെത്തേഡുകളൊക്കെ പഠിപ്പിച്ചു തന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം നമ്മള് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാത്തമാറ്റിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതേമാതിരി തന്നെ എന്റെ മക്കളും പറയും, എല്ലാവരും പറയും മാത്തമാറ്റിക്സിൽ അവർക്ക് താല്പര്യമില്ല. അപ്പൊ കുറെയൊക്കെ ജനറ്റിക്കും ആയിട്ടും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കാരണമാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഒരാളുടെ മാത്രം പാർട്ട് ആയിക്കോണമെന്നില്ല. ഇപ്പൊ ഞാനൊരു ഫാദറാണ്, മദർ എന്ന് പറഞ്ഞ എന്റെ വൈഫ് കൂടി ഉണ്ട്, അവരുടെ ഒരു ജീനിൽ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ കുറെയൊക്കെ നമുക്ക് കോയിൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. തുടക്കത്തിലെ ഇത്തരത്തിലുള്ള SLD ആണോ അല്ലെങ്കിൽ ഡിസ്ലെക്സിയന്റെ പ്രശ്നമാണോ, അവർ കാരണമല്ല ഈ പ്രശ്നം, അവർക്ക് ചില ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് വന്നതുകൊണ്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അവരെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്യാതെ, അവരെ തരം താഴ്ത്തി കാണാതെ, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അവർക്ക് ബുദ്ധി കുറവാണ്, എല്ലാ കമ്പാരിസൺ ഒഴിവാക്കി നമ്മൾ മറ്റുള്ളവരൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇവൾക്കൊന്നും പഠിക്കാൻ കഴിയില്ല, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും പഠിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തില് അത്തരം എഫേർട്ടൊക്കെ നല്ല എടുക്കുന്ന ഒരു കുട്ടിയാണ്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ആ കൊച്ചിനെ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു ഡീമോട്ടിവേഷൻ ആണ്. മാത്രമല്ല ഫർദർ വേഴ്സണിങ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഏർലിയർ ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം ഇങ്ങനത്തെ കേസുകളൊക്കെ. ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കേസുകൾ പറയുമ്പോൾ നമ്മൾ IQ ടെസ്റ്റ് ഒക്കെ ചെയ്യും. IQ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധി വികസനത്തിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഒക്കെ കിട്ടും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നല്ല ടെസ്റ്റ് ഇവാലുവേഷനിലൊക്കെ കിട്ടും. അതുപോലെ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
ഡിസ്ലെക്സിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസ്ലെക്സിയ ആണെങ്കിൽ അതിന്റെ ട്രെയിനിങ് കൊടുക്കണം, SLD ആണെങ്കിൽ അതിന്റെ ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ചെയ്യണം. എല്ലാരും ജനറലൈസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഒരേമാതിരി കാണരുത്. തീർച്ചയായിട്ടും. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രായത്തിലൊക്കെ സാർ പറഞ്ഞ മാതിരി ഇതിനെ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം പാരന്റ്സ് ആണെങ്കിലും എന്ത് തിരക്കിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള മക്കളുടെ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിലും അവര് എന്തെങ്കിലും ഒരു കലാപരമായിട്ട് എക്സ്ട്രാ ടാലൻസ് ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. നമ്മൾ കണ്ടിടത്തോളം അങ്ങനെയാണല്ലോ സാർ ഒരുപാട്, അല്ലെ? അപ്പം തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരമുണ്ട്. അപ്പം ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കണം. അതിനുള്ള മറുപടിയായിട്ട് തീർച്ചയായിട്ടും സാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഈ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബൈ.